Infection Prevention and Control, the Chapter 5 of NABH. നമ്മളിപ്പോൾ അതാണ് ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്ന ചാപ്റ്റർ. അതിലെ ദ തേർഡ് സ്റ്റാൻഡേർഡ് ഫിഫ്ത്ത് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. അപ്രോപ്രിയേറ്റ് ആൻറ്റി മൈക്രോബിയൽ യൂസേജ് പോളിസി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 18 കൊല്ലത്തിന് പുറത്തായിട്ട് ഞാൻ അവിടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് മാത്രമല്ല, ആ ഹോസ്പിറ്റലിൻ്റെ തുടക്കകാലം മുതൽ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ ഒരു സോഫ്റ്റ്വെയർ നന്നായി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഡയറക്ഷൻസ് കൊടുക്കണം. കാരണം നമ്മൾ ഇത്രയും അധികം ഹോസ്പിറ്റൽസ് കാണുകയും അവിടുത്തെ വിജയപരാജയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല അഡ്വൈസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, അവിടെ എല്ലാ കാലത്തും എംപ്ലോയീസിനോട് പെരുമാറുന്നതിൽ ഓരോ പുതിയ പോളിസികൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. എംപ്ലോയീസിനെ കറക്റ്റ് ചെയ്യുന്ന മെക്കാനിസംസ് അവരെപ്പോഴും റീറൈറ്റ് ചെയ്തിരുന്നു. ഒരേ മെത്തേഡിലല്ല എപ്പോഴും കറക്ഷൻസ് എംപ്ലോയീസിന് കൊടുക്കാൻ അവർ ശ്രമിച്ചിരുന്നത്. ഞാനതിനെ കമ്പയർ ചെയ്യുന്നത് മറ്റൊന്നുണ്ട്, ഹോസ്പിറ്റലുകൾ ബേസ് ചെയ്തിട്ടാണ്. എനിക്ക് തന്നെ പരിചയമുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടിട്ടുണ്ട്. എപ്പോഴും എംപ്ലോയീസിനെ വഴക്ക് പറയുന്നത് ഒരൊറ്റ മെത്തേഡിലാണ് അവർ. എന്തിനാണ് വഴക്ക് പറയുന്നത്? കറക്റ്റീവ് ആക്ഷൻസ് വഴക്ക് പറച്ചിലല്ലല്ലോ, കൃത്യമായ അവയർനെസ് കൊടുക്കലാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒരുപോലെ വഴക്ക് പറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് അവരിൽ എഫക്റ്റ് ചെയ്യാതെ ആവും. അവർ എക്സ്പെക്റ്റഡായി ഇതിപ്പോൾ സംഭവിക്കും എന്നുള്ളത്. അവരതിന് റെസിസ്റ്റൻ്റ് ആകും, അല്ലെങ്കിൽ അവരതിൽ യൂസ്ഡ് ആവും. പിന്നീട് ആ വഴക്ക് പറച്ചിൽ അവരിൽ ഒരു മാറ്റവും വരുത്താനുള്ള സാധ്യതയില്ല. അപ്പം നമ്മൾ നമ്മുടെ വഴക്ക് പറച്ചിലിൻ്റെ ശൈലി മാറ്റും, പുതിയ മെത്തേഡ് ഉപയോഗിക്കും. അതും കുറച്ച് കഴിയുമ്പോൾ അവരിൽ യൂസ്ഡ് ആവും. അവരുടെ സെൻസിറ്റിവിറ്റി റിലേറ്റഡ് ടു ദാറ്റ് ഫയറിങ് പതുക്കെ റിഡ്യൂസായി അവർക്ക് ഒന്നും ഏശാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതിലേക്കെത്തും. എന്നാലും ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ ഹോസ്പിറ്റലിൽ അവർ ഈ കാര്യത്തിൽ വളരെ കോൺഷ്യസാണ്. ഓരോ സാഹചര്യത്തിനും ആനുപാതികമായ രീതിയിലാണ് എംപ്ലോയീസിനോട് അവരെ കറക്റ്റീവ് ആക്ഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും എംപ്ലോയി അത് എക്സ്പെക്റ്റഡ് ആയിരിക്കത്തില്ല, ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി 18 വർഷത്തിന് പുറത്താവുന്നു. ഞാൻ അവർ തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഉള്ളതാണ്. അപ്പോൾ 19 വർഷമായ ഒരു ഹോസ്പിറ്റലിൽ ഇന്നും വളരെ ഹാപ്പി ആയിട്ടാണ് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം, അവരുടെ കറക്റ്റീവ് ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഗൈഡ് ലൈൻസ് അവർക്കുണ്ട്, ഹോസ്പിറ്റലിനുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും ഹോസ്പിറ്റലുകൾ അനുകരിക്കാവുന്നൊരു മെത്തേഡാണ്. നമ്മുടെ ഈ ആൻറ്റി മൈക്രോബിയൽ യൂസേജിൻ്റെ കാര്യത്തിലെ പോളിസി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ. നമുക്ക് ക്ലിനിക്കൽ കണ്ടീഷൻസ് കൃത്യമായി ഐഡൻറ്റിഫൈഡ് ആയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ. ഏത് ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ. അതിപ്പം ആൻറ്റി ട്യൂബർക്കുലർ ഏജൻറ്റ് ഉപയോഗിക്കുമ്പോഴും ആൻറ്റി ഫംഗൽ ഏജൻറ്റ് ഉപയോഗിക്കുമ്പോഴും ആൻറ്റി വൈറൽ ഏജൻസോ ആൻറ്റി പാരസൈറ്റിക് ഏജൻറ്റോ ഏത് വിധത്തിലുള്ള ഏജൻസിനെ ഉപയോഗിക്കുമ്പോഴും അതിന് കൃത്യമായ ഒരു ക്ലിനിക്കൽ ഐഡൻറ്റിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ടൈപ്പ് ഓഫ് ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്, അല്ലെങ്കിൽ അത് മോണോതെറാപ്പി ആണോ, നമുക്ക് കോമ്പിനേഷൻ തെറാപ്പി ആണോ, ഈ ഒരു തെറാപ്പിയുടെ എസ്കലേഷൻ ആണോ ഡി എസ്കലേഷൻ ആണോ നടത്തേണ്ടത്, ഡോസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ആൻറ്റി മൈക്രോബിയൽ തെറാപ്പി ഡിസൈഡ് ചെയ്യപ്പെടേണ്ടത്. ഇതെല്ലാം തന്നെ നമ്മളൊരു ക്ലിനിക്കൽ കണ്ടീഷനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് ഈ ആൻറ്റി ബയോഗ്രാം അല്ലെ ആൻറ്റി മൈക്രോബിയൽ സസ്പെക്റ്റബിലിറ്റി, അത് ബേസ്ഡ് ഓൺ ദ കൾച്ചർ സെൻസിറ്റിവിറ്റി, അത് നമുക്ക് ഒരു ആൻറ്റി മൈക്രോബിയൽ യൂസേജ് പോളിസി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു മോണിറ്ററിങ്
സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു യൂസേജ് ഡോക്യുമെൻറ്റേഷൻ അറ്റ്ലീസ്റ്റ് വർഷത്തിലൊരിക്കൽ നമ്മൾ റിവൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുകയും വേണം. അത്തരത്തിൽ കൃത്യമായി അതിനെ ഒരു മോണിറ്റേർഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം. അതിന് WHO-യുടെ 2011 ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആൻറ്റി മൈക്രോബിയൽ പോളിസി ആൻഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ബൈ WHO 2011. പിന്നെ നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നാഷണൽ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഫോർ ആൻറ്റി മൈക്രോബിയൽ യൂസേജ് ഇൻ ഇൻഫ്യൂഷ്യസ് ഡിസീസസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഫോർ ആൻറ്റി മൈക്രോബിയൽ യൂസ് ഇൻ കോമൺ സിൻഡ്രോംസ് ഷാൽ ബി കൺസിഡേർഡ് ഇൻ ദിസ് കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കുറച്ചധികം ഗൈഡ് ലൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതനുസരിച്ച് പോളിസീസ് നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് ഈ ഒരു ക്ലിനിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ടതും യൂസേജ് ഓഫ് ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ് ഡിസൈഡ് ചെയ്യപ്പെടേണ്ടതും ഒക്കെ. നമുക്ക് ഈ ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നതിന് ഈ ടൈപ്പ് ഓഫ് സപ്പോർട്ടുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസിനെ കുറിച്ച് കൃത്യമായ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ റെസ്ട്രിക്റ്റഡ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസിനെ കുറിച്ചുള്ള കൺസിഡറേഷൻ അനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫോർമുലറി റെസ്ട്രിക്ഷൻസ് അതിൻ്റെ ഓഡിറ്റ് നടത്തി കൺട്രോൾ ചെയ്യപ്പെടണം. പലപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം ഗ്രേപ്സിലെ ഫോർമുലറി ഫിക്സ്ഡ് ആണെങ്കിലും അത്യാവശ്യത്തിന് മറ്റു മരുന്നുകൾ എഴുതാൻ അനുവദിച്ചിട്ടുള്ള ഒരു അൺറെസ്ട്രിക്റ്റഡ് കണ്ടീഷൻസ് EMR ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുണ്ട്, എത്രയാണ് അവർ നമ്മുടെ ഫോർമുലറിക്ക് പുറത്തുനിന്ന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് നോക്കുന്നതിനും യൂസ് ചെയ്യുന്നതിനും കൃത്യമായ മാനദണ്ഡം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. വളരെ കൃത്യമായിട്ട് അവെയർ ക്ലാസിഫിക്കേഷൻ WHO തന്നിട്ടുണ്ട്. നമുക്ക് ആക്സസ് വാച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കുകളുടെ യൂസേജിനെ കുറിച്ച് കൃത്യമായിട്ടും തരുന്നുണ്ട്. റിസർവ് കാറ്റഗറിയിലോ വാച്ച് ഗ്രൂപ്പിലോ ഉള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ ആക്സസിൽ ഉപയോഗിക്കുന്ന കണക്ക് നമുക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു തലത്തിലല്ല. ഫംഗൽ ഇൻഫെക്ഷൻസോ മൾട്ടിപ്പിൾ ആൻറ്റി മൈക്രോബിയൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അതിന് റെസിസ്റ്റൻസോ ഉള്ള ഒരു കണ്ടീഷൻസിലാണ് നമുക്ക് അത്തരത്തിലുള്ള ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഏജൻസിനെ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ IPC 3E അപ്രോപ്രിയേറ്റ് ആൻറ്റി മൈക്രോബിയൽ യൂസേജ് പോളിസീസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. ആ ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. അത് ഒരു ക്ലിനിക്കൽ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ് യൂട്ടിലൈസേഷന് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഉപകരിക്കും. സോ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ WHO-യുടെയും അതേ കണക്ക് തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നാഷണൽ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസും പിന്നെ നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ പോളിസീസ് ഫ്രെയിം ചെയ്യേണ്ടത്. ഈ ആൻറ്റി മൈക്രോബിയൽ യൂസേജ് പോളിസീസ് ഫ്രെയിം ചെയ്യേണ്ടത്.